കാളവണ്ടി. എന്താ പറഞ്ഞോ? ഒന്നുമില്ല, ഞാൻ ദേ ഇവരോടാ ചോദിച്ചത്. കാള വേണോ അതോ വണ്ടി വേണോ? ഒരുപാട് ദൂരമുണ്ട്, വളരെ കഷ്ടമാണ്. കാളപ്പുറത്തു വാ, ഇത് നേരെ കാട്ടിലോട്ടാണ്. കൂട്ടുകാരെ, ഇന്നൊരു പഴയ സുഹൃത്ത് വരുന്നുണ്ട്. അവൻ വളരെ നല്ല അനുസരണയുള്ള കുട്ടിയാണ്. അവൻ എന്തു അനുസരിക്കോ? ഒരിക്കൽ അവന്റെ മാഡം അവന്റെ അടുത്ത് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഫോറിനിലേക്ക് പോയി. ഒരാഴ്ച അവൻ അതേ ഇരിപ്പ് തന്നെ ഇരുന്നു. നിന്റെ കൂട്ടുകാരൻ വളരെയധികം സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവന് വേണ്ടി സ്വീറ്റ്സ് വാങ്ങിക്കും. ഞാൻ ചിപ്സ് മേടിച്ചോണ്ട് വരും. ഹണി, നീ എന്താ മേടിച്ചു കൊടുക്കുക? നിങ്ങൾ മേടിച്ചോണ്ട് വരുന്ന സാധനങ്ങളൊക്കെ കുറേശ്ശായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അതെടുത്ത് കഴിക്കും. ഇവന്റെ കൂട്ടുകാരൻ ഭയങ്കര കൊതിയനാണെന്ന് തോന്നുന്നല്ലോ. സ്വീറ്റ്സ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇത് ആളെത്തിയല്ലോ. നീ എന്തിനാടാ ആ ഓട്ടോ ഓടിച്ചു വന്നത്? സത്യത്തിൽ എനിക്ക് കാട്ടിൽ വെച്ച് കിട്ടിയതാണ് ഈ ഓട്ടോ. പ്രായമുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഓടിച്ചതാ കേട്ടോ. അല്ല, ഈ മഹാന്മാരൊക്കെ ആരാണ്? ഇവരുടെ പേരാണ് ബണ്ണിയും പോപ്പട്ടും. പിന്നെ എന്റെ പേര് കേട്ടിട്ടുണ്ടാവൂലോ അല്ലേ? ഇല്ലല്ലോ. എന്നാ ഇപ്പൊ കേട്ടോ, ഹണി, ദ വൺ ആൻഡ് ഓൺലി ഹണി. സ്വർണത്തിനെല്ലാം മാറ്റം കൂട്ടണം. എല്ലാരും എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ കൂട്ടുകാരെ, ഇതിവന്റെ സ്റ്റൈലാണ്. ഇവൻ കവിത പറയുന്നതിനോടൊപ്പം കൂട്ടുകാരുടെ കാലം തൊട്ട് തൊഴാറുണ്ട്. അത് ശരി, കണ്ടുപഠിക്ക് സോർദാറെ. നീ എന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുത്തു? എന്നിട്ട് നീ ഇതുവരെ എന്റെ കാല് തൊട്ട് തൊഴുതിട്ടുണ്ടോ? നിങ്ങൾ വളരെ നല്ലവരാണല്ലോ. നീയും വളരെ നല്ലവനാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എൻജോയ് ചെയ്യാം. അതെ, വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് പുറത്ത് കറങ്ങാൻ പോവാ. വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം. നിങ്ങളെല്ലാം വിശ്രമിച്ചോളൂ. സിംഗേഴ്സ് അല്ലെങ്കിലും നമുക്ക് പാട്ടുകൾ പാടാം. വരൂ, നമുക്ക് ഒരുമിച്ച് ആടാം. വരൂ, നമുക്ക് ഈ പുതിയ കൂട്ടുകാരെ സിറ്റി മുഴുവനും കാണിക്കാം. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഓക്കെ, ബൈ. താങ്ക് യു. കാറിന് 4 ടയറും ഒരു ഗിയറും ഉണ്ടായിട്ടും ഓടുന്നില്ല. കാറിലെ സ്റ്റീരിയോ തിരിച്ചിട്ടും അത് പാടുന്നില്ല. എന്തായാലും ഞാൻ തള്ളിത്തരാം. അതെ ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? കാലത്തെ ഞാൻ കഴിച്ചത് ചപ്പാത്തിയും പരിപ്പുമാണ്. ഈ അഡ്രസ് കുറച്ച് ദൂരെയാണ്. വരൂ, ഞാൻ കൊണ്ടുപോയി വിടാം. ചേട്ടാ, ഇവിടെ നിങ്ങൾ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. ഇനി ഞാൻ വേസ്റ്റ് ഒരിക്കലും റോഡിൽ കൊണ്ടിടുകയില്ല. ഈ പാവം ബലൂണുകളെ പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, നീ എന്നെ തടയാൻ വരുന്നോ? ഞാൻ കാശ് കൊടുത്തതാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പൊട്ടിക്കും. ചിലപ്പോ നിനക്ക് കിട്ടുമെന്ന് പൊട്ടിക്കും.
കൂട്ടുകാരെ, നമുക്ക് വേറെ എവിടെങ്കിലും കറങ്ങാനായിട്ട് പോകാം. ഇവിടെ സ്ഥലം അത്ര നല്ലതല്ല. സിനിമയിൽ പോലീസ് വരുന്നത് കുറ്റകൃത്യം നടന്നതിന് ശേഷമാണ്. സോർദാറിന് ഐഡിയകൾ ഉദിച്ചു വരുന്നതും വളരെ വൈകിയാണ്. വെൽ ഹബീബി, ഇത് വളരെ നല്ലൊരു നായയാണല്ലോ. ഇവരെ ഞാൻ കൊണ്ടുപോയാൽ വീട് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കുറെ ദിവസങ്ങളായി അത് വൃത്തികേടായി കിടക്കുകയാണ്. ഒരു ഐഡിയ ഉണ്ട്. മോനെ, എന്നെ മനസ്സിലായോ? എന്റെ പേരാണ് അൽസീബ്ര. ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആണ്. നീ എന്റെ സ്വന്തം മകനാണ്. വരൂ, ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്റെ സുന്ദരമായ വീട്ടിൽ ഞാൻ നിന്നെ രാജാവിനെ പോലെ വാഴിക്കുന്നതാണ്. മെലിയാൻ വേണ്ടി കൃത്യമായിട്ട് ചെയ്യണം. ഡയറ്റ്. ഇതെന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. കണ്ടില്ലേ, മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത്രയും വിശ്വാസത്തോടു കൂടി പറയുമ്പോ ഞാൻ തന്നെ ആയിരിക്കണം അങ്ങയുടെ മകൻ. എടാ സോർദാറെ, ദേ നിന്റെ കൂട്ടുകാരനെ പിന്നെ കാണാണ്ടായി. അയ്യോ, അവൻ പിന്നെയും ആരെങ്കിലും സഹായിക്കാനായിട്ട് പോയതായിരിക്കും. സോർദാറെ, നിന്റെ ഫ്രണ്ട് മിക്കവാറും നമ്മളെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കും. ഉടൻ തന്നെ അവനെ കണ്ടുപിടിക്കണം നമുക്ക്. സംശയമുണ്ടോ? എന്നാ സംസാരിച്ചോണ്ട് നിൽക്കാതെ വേഗം ആ വണ്ടിയെ നമുക്ക് ഫോളോ ചെയ്യാം. കാളവണ്ടി. എന്താ പറഞ്ഞോ? ഒന്നുമില്ല, ഞാൻ ദേ ഇവരോടാ ചോദിച്ചത്. കാള വേണോ അതോ വണ്ടി വേണോ? ഒരുപാട് ദൂരമുണ്ട്, വളരെ കഷ്ടമാണ്. കാളപ്പുറത്തു വാ, ഇത് നേരെ കാട്ടിലോട്ടാണ്. അല്ല, ഇവരിത് എങ്ങോട്ടായി പോകുന്നത്? ഇവരുടെ ഓട്ടം കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ തോന്നുന്നു. വിടരുതാമാരെ, വേഗം പിടിക്ക്. പിടിക്കാമാരെ, പിടിക്കേ. നീ എന്തിനാണ് എന്നെ അടിച്ചത് ഇപ്പോ? ഞാൻ എവിടെ അടിച്ചു? വടിയല്ലേ കൊണ്ടത്. വെൽ ഹബീബി, ഇതിനു മുമ്പേ മോനെ നീ ഇവിടെ വന്നിരുന്നെങ്കിൽ അച്ഛന് വേണ്ടി നീ ഈ വീട് വൃത്തിയാക്കുമായിരുന്നില്ലേ? ചെയ്യും, എല്ലാം ഞാൻ ചെയ്യും. അച്ഛന് വേണ്ടി എല്ലാം ഞാൻ തീർച്ചയായും ചെയ്യും. ഫ്രണ്ട്സ് ഇല്ലാത്ത ജീവിതം വളരെ ബോറാണ്. ഈ ഫോട്ടോയിൽ ഞാനല്ല, വേറെ ആരോ ആണ്. ഇത്രയധികം വാതിലുകളോ? ഒളിച്ചു കളിക്കാൻ ഏതായാലും നമുക്ക് ഇനി ഇങ്ങോട്ട് വരാം. എനിക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ നുണയാണെന്ന് മനസ്സിലായി. എത്തിയോ? വാ, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. വെൽ ഹബീബി, ഇവൻ എന്റേതാണ്.
ഇതെങ്ങനെയാ സംഭവിച്ചേ? വെൽ ഹബീബി, ഞാൻ തന്നെയാണ് കെട്ടിയത്. നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ആലോചിച്ചത് ബോഡിയിലുള്ള ഈ സ്പേസ് കൂടെ വരച്ച് ഫില്ല് ചെയ്യാമെന്ന്. അല്ല, ഇനി എന്തിനാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ പിടിക്കാൻ വേണ്ടിയല്ലേ വന്നത്. ഓ? ഹണി, ഇതാ പിടിച്ചോ. ആ തന്നു. എനിക്ക് 2 കൂട്ടുകാരുണ്ട്. അടിയും പിന്നെ ഇടിയും. ഇടിയാണെങ്കിൽ വീട് വിട്ട് പോവുകയും ചെയ്തു. ഇനി ആരായിരിക്കും വീട്ടിലുള്ളത്? ഓ, അടി. ഓക്കെ, താൻ പറഞ്ഞ സ്ഥിതിക്ക് അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദാ പിടിച്ചോ. ദാ പിടിച്ചോ. ദാ പിടിച്ചോ. വെൽ ഹബീബി, എനിക്ക് മാപ്പ് തരൂ. ഇത്രയും വലിയൊരു വീട് വൃത്തിയാക്കി എനിക്ക് ആകെ വയ്യാണ്ടായി. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു പറ്റിച്ച് ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നത്. നിങ്ങൾ എന്നെ കാർണിവല്ലിന് കൊണ്ടുപോയി ഒരുപാട് സന്തോഷിപ്പിച്ചു. താങ്ക് യു. നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ ഇയാളിൽ നിന്ന് രക്ഷിച്ചു. ഫ്രണ്ട്ഷിപ്പിൽ നോ സോറി, നോ താങ്ക് യു.